അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അതിന് വീഡിയോ എടുത്ത് വെച്ചോ? അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വ്ലോഗ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങോട്ട് പോയി, എന്ത് പോയി, റിഹാനാണല്ലോ ഡ്രൈവ് ചെയ്ത്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ വ്ലോഗ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക. ആൻസറുകളൊക്കെ നമ്മൾ വ്ലോഗ് വഴി തിരിച്ച് പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാനിതാ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. പാല് വന്നിട്ടുണ്ടോ നോക്കിയപ്പം ഇല്ല, വന്നിട്ടില്ല, കുറച്ച് വൈകി തോന്നുന്നു ഇന്ന്. പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും പാല് വന്നു. സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വാരിയിട്ട് ചവിട്ടിയൊക്കെ വിരിച്ചിട്ട് ഞാൻ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും പാല് വന്നു കേട്ടോ. പിന്നെ വേഗം പോയിട്ട് പാലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ചായ വയ്ക്കാനൊക്കെ തുടങ്ങണം. പിന്നെ സ്കൂളുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ലഞ്ച് ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ എന്തായാലും സമയമില്ല. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കിയിട്ട് ഇന്ന് ഉപ്പാനെയും കൊണ്ട് ഹോസ്പിറ്റലിലും കൂടിയും പോകേണ്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത ദിവസമൊന്നും ആയിരുന്നില്ല. ചില ഇഷ്യൂസ് കാരണം നമുക്ക് പോകേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ അത് വഴിയെ പറയാം. ചായ എല്ലാം റെഡിയാക്കിയിട്ട് ഇനി ചായ കുടിക്കണം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നോക്കാം. ഹൈ ജിനിത്ത, സുഖമാണോ മുത്തേ? വീഡിയോസൊക്കെ കാണാറുണ്ട്, റെസിപ്പിയൊക്കെ അടിപൊളിയാണ്, ചിലതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടൊരു ടൊമാറ്റോ ചട്നിയും കൂടി ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ സമയം കിട്ടണ്ടായപ്പോൾ ഞാൻ പഴയ വീഡിയോ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ, കാണാത്തവരാണെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും വറ്റൽമുളകും കറിവേപ്പിലയാണ് കേട്ടോ വഴറ്റിയെടുത്തത്. ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അരച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുക്കാറാണ്, നല്ല പേസ്റ്റ് ആക്കാറില്ല കേട്ടോ. അവനക്ക് ഞാൻ ഇഡലി തന്നെ ആക്കി കൊടുക്കും ചെയ്തത് കേട്ടോ ഇന്ന്. കാരണം വേറെ ഒന്നും ഉണ്ടാക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ. അതുകൊണ്ട് ഒരു 8:30 ആകുമ്പോഴത്തേക്കും പോകണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്നൊന്നും തന്നെ ഭയങ്കര അതിശയമായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 വീക്ക് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഡിയം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് അയച്ചു തരണേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു, ഹോം ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഹോം ടെസ്റ്റിന് ആളെ ഇങ്ങോട്ട് വരുത്തിയിട്ട് ടെസ്റ്റ് ചെയ്തത്. നമ്മൾ അറിയുന്ന ഓട്ടോ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോൾ നമ്മൾ അറിയുന്ന ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് അവരിവിടെ വന്ന് ബ്ലഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി ടെസ്റ്റ് ചെയ്യുക കേട്ടോ ചെയ്തത്. പക്ഷേ റിസൾട്ട് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം വാപ്പ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല സംസാരിച്ച് എന്താ പറയുക, സ്വന്തമായിട്ട് നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് വേണമായിരുന്നു. സോഡിയം കുറഞ്ഞതിൻ്റെയാണ് കേട്ടോ അത്. അതെല്ലാം ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പം റിസൾട്ട് കണ്ടിട്ട് ശരിക്കും അന്തം വിട്ടുപോയി. പക്ഷേ എനിക്ക് വാപ്പാനെയും കണ്ടിട്ട് റിസൾട്ടും കണ്ടപ്പോൾ എനിക്ക് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ഇവരുടെ റിസൾട്ട് ഫേക്കാണ് എന്നുള്ളതിൽ. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, പിറ്റേ ദിവസം പോയിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യണമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കാൻ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുക ചെയ്തത്. അപ്പോൾ പറഞ്ഞു നിർത്തിയത്, ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ റിസൾട്ട് കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ എന്തായാലും ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിറ്റേ ദിവസം രാവിലെ അങ്ങനെ റെഡി ആയിട്ട് പോയത്. പുറത്ത് പോയപ്പോൾ ഒരു ഓന്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദൂരെ നിന്ന് ഞാൻ കണ്ടില്ലേ, ഭയങ്കര വലിയ ഓന്ത്. അപ്പോൾ എന്തായാലും
ഞങ്ങൾ പോയി അവിടുന്ന് പോയി ടെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ 125 സോഡിയം ഉണ്ടായിരുന്നത്. ബോർഡർ ലൈന്, അതായത് ഏറ്റവും കുറവിൽ 125 കേട്ടോ വേണ്ടത്. 125 കണ്ടത്. 125 ഒരാൾക്ക് നിൽക്കാനേ പറ്റില്ല, അങ്ങനെ തളർന്ന് വീണിട്ടുണ്ടാവും. എന്തായാലും അതായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ പോയപ്പോൾ 146 കറക്റ്റ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് അതിശയിക്കൂലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാക്കി റെസിപ്പി കഴിഞ്ഞിട്ട് പറയാം അല്ലേ. ഞാൻ വൈറൽ പാസ്ത ഉണ്ടാക്കിയതാണ് കേട്ടോ, നെയ്റ്റ് ഉണ്ടാക്കിയതാണിത്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ ആയിട്ട് പോകുന്ന ട്രെൻഡിങ് ഞാൻ അധികം ഒന്നും പരീക്ഷിക്കാറില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പരീക്ഷിക്കാൻ തോന്നി. ഉപ്പും എണ്ണയും ഒഴിച്ചിട്ട് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാക്രോണി. പിന്നെ നമ്മൾ ചുവന്ന മുളകും ഗാർലിക്കും ചിക്കൻ മസാല കൂട്ടിയതായിരുന്നു കേട്ടോ. അതും ബദാമാണ് കാഷ്യൂവിന് പകരം. വലിയ ഉള്ളിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തക്കാളിയും വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു 10 മിനിറ്റ് നേരത്തിന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ. അപ്പോഴത്തേക്കും മാക്രോണി വന്നിട്ടുണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ അതിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. ചിക്കൻ എനിക്കൊന്നും കൂടെ ആവണം എന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറ്റേ ടൈപ്പ് ചിക്കൻ ആണെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ഇതെല്ലാം നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മാക്രോണി ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അരച്ച പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ സംഭവം. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വേവിച്ച ശേഷം പാസ്ത അല്ല മാക്രോണി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാക്രോണി തന്നെയല്ലേ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിത് കംപ്ലീറ്റ് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടെ ആഡ് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആഡ് ചെയ്തു, കാരണം നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ഇതാ പിച്ചി എടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസ് ആയിരുന്നു, അത് പിച്ചി ഇട്ട് കൊടുത്തു. ശേഷം ഒറിഗാനോയും ചില്ലി ഫ്ലെക്സും, പിന്നെ എനിക്കുണ്ടല്ലോ ഒരു പച്ചപ്പ് കണ്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് മല്ലിയിലയും കൂടി കൊത്തിയരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് പറ്റുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളിലൊരു ഗ്രീനറി ഫീൽ ചെയ്യണം, എന്നാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ. നോക്ക്, ആ ഒരു ഭംഗി തന്നെ മാറിയില്ലേ. ആ ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അടച്ച് വെച്ചിട്ട് ചീസൊക്കെ മെൽറ്റാവണ വരെ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ സെർവ് ചെയ്തിട്ട് നമ്മുടെ അയാൻക്ക് തന്നെ കൊടുത്തു. അവൻ പിന്നെ നമ്മുടെ എന്ത് ഫുഡ് കഴിച്ചാലും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ടാവുക കേട്ടോ. നമുക്ക് ആ ഒരു റിപ്ലൈ അതിനനുസരിച്ചിട്ട് തന്നെ കിട്ടുക. അങ്ങനെ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഡേയിലോട്ട് വരാം അല്ലേ. നമ്മൾ പോയി ചെക്ക് ചെയ്ത് കറക്റ്റായിരുന്നു, ഹെൽത്ത് എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ റിഹാൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞു, വാപ്പന്നെ എടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മളെ എന്താ പറയുക, വണ്ടി എടുക്കാനും ഇതാക്കാനും നാട്ടിൽ തന്നെയുള്ള ഒരാളാണ്, അവരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവനിങ്ങനെ ഓടിച്ച് വരുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെയല്ലേ പഠിക്കുക. എന്നെപ്പോലെ ആവണ്ട, ലൈസൻസ് എടുത്ത് വെച്ചിട്ട് അവിടെ വെറുതെ വെക്കേണ്ട. പിന്നെ ഹൈവേ എത്തിയപ്പോൾ മാറിയിരുന്നു. ഹൈവേയിൽ കൊണ്ടുപോയി ഇതാക്കാനൊരു പേടി, അപ്പോൾ മാറിയിരുന്നു. ഇനി പതുക്കെ ഹസ്ബൻഡൊക്കെ വരുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഓടിച്ചിട്ട് പഴകുമായിരിക്കും അവന്. ഞാൻ വന്നതും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, നമ്മൾ 11:30 ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഞാൻ വേഗം ചോറും വെച്ചിട്ട് നമ്മൾ നേരത്തെ രസം നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ തുണികൾ വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഉണങ്ങാനിട്ട് ശേഷം പോയി മേലൊക്കെ കഴുകി നെയ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും എങ്ങനെ പറയുമെന്നറിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും ഡ്രസ്സ് മാറ്റണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഓക്കെ, ഒരു പാരൻസിൻ്റെ ഡ്യൂട്ടിയാണ് അവരുടെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ നൽകണം എന്നുള്ളതൊക്കെ. അതെ, എന്തായാലും ഞാനും അതിന് എഗ്രി ചെയ്യുന്നുണ്ട്. മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എല്ലാവർക്കും. പിന്നെ എഗ്ഗ് കുക്കറിൽ ബോയിലാക്കി കൂടെ ജിനിത്ത 2 വിസിലടിച്ചാൽ മതി. എനിക്കിങ്ങനെ ശീലമായിടോ. ജിനിത്താൻ അടിപൊളിയാണ്, നല്ലൊരു ഫാമിലി ഗേളാണ്. സോ മേ അല്ലാ ബ്ലെസ് യുവർ ഫാമിലി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.
പിന്നെ പത്തിരി ചട്ടിയിൽ അടിപൊളിയായി ഓട്ടട ചുട്ടെടുക്കാം എന്നുള്ളത്. ഓട്ടട തേങ്ങാപ്പാൽ സൂപ്പറാണ്. ഞാനും പണ്ട് കഴിച്ച ആ ഒരു കൊതി എൻ്റെ വായിലുണ്ട്. ഞാൻ ഉടനെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഇഷ്ടം, സൂപ്പർ, ഹായ്, ഫസ്റ്റ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഗ്രീൻ പീസ് ഞങ്ങൾ പച്ചപ്പട്ടാണി എന്നാണ് പറയാറ്. പ്രീതിയുടെ മിക്സിയിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കാമല്ലോ, നന്നായി കിട്ടും. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അത് ജിനിയുടെ വ്ളോഗ് ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ അയച്ചിരുന്നു, ഇതൊന്ന് കണ്ടു നോക്കുകയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താണ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറഞ്ഞതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കേൾക്കാൻ ഭയങ്കര ഒരു ത്രില്ലടിച്ചിരിക്കുകയാണ്. പിന്നെ മൊഞ്ചുള്ള ചപ്പാത്തി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഗ്രീൻ പീസിന് പുതിയൊരു പേര് കിട്ടി ഇന്ന്. അടിപൊളി വീഡിയോ, എന്നും കാണാൻ വെയിറ്റ് ചെയ്യുന്ന വ്ളോഗാണിത്. താങ്ക് യു സോ മച്ച് മുത്തേ. ഇവിടെ മട്ടർന്ന് ഇവർ പറഞ്ഞിട്ട് എനിക്കും അങ്ങനെ ശീലമായതാണ് കേട്ടോ. പിന്നെ എൻ്റെ നാട്ടിൽ മഴയുണ്ട്, പാലക്കാട് നല്ല വിശേഷം, ഇവിടെ ചൂടാണെന്ന്. എവിടെ ഓക്കെ, പുറത്തായിരിക്കും വേണമെങ്കിൽ. പിന്നെ സത്യം, പഠിപ്പിൻ്റെ കാര്യം, ഞാൻ 82 SLC പാസ്സായതാണ്, ഇപ്പോഴാണ് ഖേദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഖേദിച്ചിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും, പഠിക്കണേ പഠിക്കാം. പക്ഷേ എൻ്റെയൊക്കെ ആ ഒരു ടച്ച് വിട്ടു പോയിട്ടോ. ഓട്ടടച്ചട്ടി അല്ല, പത്തിരിച്ചട്ടി. പത്തിരിച്ചട്ടിയിൽ ഓട്ടട ചുടണമല്ലേ? ഓക്കെ. നമ്മുടെ ദോശ ചട്ടിയിൽ ചുട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയാനിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഒരു പിങ്ക് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ബീട്രൂട്ട് വെച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ച ശേഷം ഞാൻ ബീട്രൂട്ടും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 4 സ്പൂൺ മതി, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ നല്ല കട്ടിയുള്ള മോര് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഉടനെ ഓഫാക്കണം, ഇങ്ങനെ വെച്ചിരിക്കല്ലേ. ഉപ്പും ഇട്ട് കൊടുക്കണം. മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ എന്തായാലും പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ മുഞ്ചുള്ള പിങ്ക് മോരുകറി റെഡി. ഒരു ബീട്രൂട്ട് കൊണ്ട് ഇപ്പോൾ ഞാൻ 3 പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വരാൻ പോണേ ഉള്ളൂ. പിന്നെ കയ്പ്പക്ക കുറേ ആയി നമ്മൾ കയ്പ്പക്ക ഫ്രൈ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കയ്പ്പക്ക ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക, ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൽ ചോറ് ചേർക്കില്ലേ ജിനി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോറുണ്ടെങ്കിൽ ചേർക്കാറുണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ കയ്പ്പക്ക കംപ്ലീറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി നീളത്തിൽ മുറിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇച്ചിരി എണ്ണയും ചേർത്തിട്ട് ഇത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളക്കയ്പ്പൊക്കെ ആവുമ്പോൾ അധികം കയ്പ്പുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ള എണ്ണ എപ്പോഴും മേടിക്കണത്. അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാ കയ്പ്പയ്ക്കും അതിലോട്ട് തട്ടിയിട്ട് ഇളക്കിയാണ്ട് അടച്ച് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് സെറ്റാക്കി എടുത്തത്. ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു മൊരുമൊരിപ്പ് വരും കേട്ടോ അതിന്. അങ്ങനെ ഇതാ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ നിറയെ തേങ്ങ ഇട്ടിട്ടുണ്ട്, എന്നാലേ കയ്പില്ലാതിരിക്കുള്ളൂ. എനിക്കിങ്ങനെ ഫ്രൈ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കുറച്ചും കൂടെ ഒന്നായി വരണം. നമ്മൾ ചോറിൽ ഇങ്ങനെ പുരട്ടി കഴിക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കയ്പ്പക്ക. അങ്ങനെ ഞാൻ അതും അവിടെ മാറ്റി വെച്ചിട്ട് ചോറെല്ലാം ഒന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കടലയും ചെറുപയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെള്ളത്തിലിടാൻ മറന്നു. പിന്നെ ഉപ്പേരി ഐറ്റംസ് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കയ്പ്പക്ക ഉപ്പേരി എടുത്തു, കുറച്ച് മോരുകറി എടുത്തു, കുറച്ച് രസമൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തായാലും റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതായിരിക്കും. കാരണം ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. കാരണം 20 പോയിൻ്റാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു സംഭവമല്ലേ ഈ ക്ലിനിക്കിലും ഒക്കെ.